അത്തിക്കരിയുന്ന വെയിലിന്റെ ചൂട്ടിന് ഇതുപോലെ തണുത്ത കരിമ്പിൻ ജ്യൂസ് ഇല്ലേ, കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെ കേട്ടാ. അതുപോലെ തന്നെ നമ്മളെ വ്ളോഗിംഗിൽ ഈ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മളിനി ഒറ്റക്ക് ഫുഡ് അടിക്കൽ നിർത്തിയേട്ടാ. നമ്മളിനി നമ്മളെ ഫോളോവേഴ്സിന്റെ പേരാണ് ഫുഡ് അടിക്കാൻ പോകും. എന്റെ പേര് വിഷ്ണു ആണ്, ഞാൻ ഫുഡ് ബ്ലോഗറാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കരിമ്പ് ജ്യൂസ് അടിക്കാം. ഇനി സ്ട്രീറ്റ് ഫുഡ് ബ്ലോഗിംഗ് എന്നുള്ള പുതിയ സെഗ്മെന്റിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ആദ്യം തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കരിമ്പ് ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്തത്. നട്ടപ്പൊരിയുന്ന വെയിലത്ത് ഇതുപോലത്തെ ഒരു സാധനം കുടിച്ചാൽ കിട്ടുന്ന ഫീല് വേറെ തന്നെ കേട്ടാ. നെക്സ്റ്റ് ഇവരെ ഏറ്റവും ടോപ്പ് സാധനം കേട്ടാ നമ്മൾ ഓർഡർ ചെയ്തത് CM ഫ്രഷ് സൂപ്പർ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. സാധനം നൈസ് ആട്ടാ, കുടിച്ചു നോക്കി. നമ്മൾ അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും കുടിച്ചിട്ടാ. ഇവിടുത്തെ കരിമ്പ് സർബത്തും അതുപോലെ തന്നെ കരിമ്പിന്റെ നെല്ലിക്ക കാന്തരി എന്നൊരു സാധനം ഉണ്ട് മോനെ. അത് നമ്മളെ ചെക്കന് ചെറിയൊരു ചലഞ്ച് കൊടുത്തേട്ടാ. ഇത് ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുന്നതാണെങ്കിൽ 100 രൂപ തരും എന്ന് പറഞ്ഞാ. ചെക്കൻ ഒറ്റ വലിക്കനെ കുടിച്ച് തീർത്തിട്ടാ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്, കമന്റ് ചെയ്യൂ. അതിനുശേഷം കരിമ്പ് ജ്യൂസും അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടും വെച്ചിട്ടുള്ള ഒരു ഐറ്റം കുടിച്ചാട്ടാ. സാധനം സീനായിരുന്നു. അതിനുശേഷം നമ്മൾ കരിമ്പും അതുപോലെ തന്നെ നമ്മളെ മോരും വെച്ചിട്ടുള്ള ഒരു സാധനം കുടിച്ചാട്ടെ. എല്ലാവരും ക്യൂരിയോസിറ്റിക്ക് കുടിച്ചാട്ടാ. അതിനുശേഷം നമുക്ക് നമ്മളെ ഫോളോവേഴ്സിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് വെച്ചിട്ട് നമ്മൾ 2 സ്പെഷ്യൽ കരിമ്പ് ജ്യൂസ് അവർക്ക് മേടിച്ചു കൊടുത്താട്ടാ. അവർക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം തന്നെയാട്ടോ അവർ. ഇവിടുത്തെ CM സ്പെഷ്യൽ കരിമ്പ് ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കരിമ്പ് ജ്യൂസ് തികച്ച് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനിലുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോട്ടാ. കാരണം എന്ന് വെച്ചാൽ ഇവർ കിടലം പോലെ കരിമ്പ് ജ്യൂസ് അടിച്ചിരും കേട്ടോ. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരിൽ നിന്ന് മട്ടന്നൂരേക്ക് പോകുമ്പോൾ റോഡ് വന്നേ മുണ്ടിയാട് എന്ന സ്ഥലത്ത് ജുമാ മസ്ജിദിന് അടിക്കട്ടാ.